നമസ്കാരം. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഇറാൻ ഇസ്രായേലിനെ എടുത്തിട്ട് മെതിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. കാരണം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലൂടെ ഒരുപാട് വട്ടം കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഇസ്രായേലിൻ്റെ വിശ്വവിഖ്യാതമായ അയൺ ഡോം, അവരുടെ ഇരുമ്പ് താഴികക്കുടം. ഇസ്രായേലിലേക്ക് ആകാശം വഴി ഏത് ആക്രമണം വന്നാലും ശരി, അതിൽ നിന്നൊക്കെ ഇസ്രായേലുകളെ സംരക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മുടെ നാട്ടിലെ ചാനലുകാർ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഈ അയൺ ഡോം അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് അങ്ങ് വളരെ അകലെ നിന്നും ഇറാൻ അയക്കുന്ന മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ഇസ്രായേലിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു കഴിഞ്ഞു. ഹൈഫ എന്ന് പറയുന്ന സ്ഥലത്തെ റിഫൈനറിക്ക് തീപിടിച്ചു. അവരുടെ നിരവധി മിലിറ്ററി സെൻ്ററുകൾ ഇതിനോടകം തന്നെ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ തകർന്നു കഴിഞ്ഞു. അവിടെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളുടെ ചിത്രം ഇസ്രായേൽ ഒരിക്കലും കൃത്യമായിട്ട് പുറത്തുവിടില്ല. ഇസ്രായേൽ എപ്പോഴും അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങളിലൂടെ പൊലിപ്പിച്ച് കാണിക്കും. പക്ഷേ അവർക്ക് കിട്ടുന്ന പണി, അവരേറ്റുവാങ്ങുന്ന താടനങ്ങൾ അവരൊരിക്കലും പുറത്തുവിടില്ല. അത് മറ്റേതെങ്കിലും വഴിയൊക്കെയാണ് നമ്മൾ അറിയുന്നത്. കാരണം ഇസ്രായേലിനകത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള, വളരെ ശക്തമായിട്ടുള്ള മാധ്യമ നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അവർക്ക് പറ്റുന്ന നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അവരേറ്റുവാങ്ങുന്ന അടിയുടെ വ്യാപ്തി എത്രയുണ്ട്, ഇതൊന്നും കൃത്യമായിട്ട് നമുക്ക് മാധ്യമങ്ങൾ മൊത്തം അവരുടെ നിയന്ത്രണത്തിലായതിനാൽ അറിയാൻ പറ്റില്ല. പക്ഷേ അവർ ശക്തമായ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ് ഇന്ന് നമ്മൾ ഓൺലൈൻ മീഡിയകളിൽ വായിച്ച ഒരു വാർത്ത. അതായത് നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഇസ്രായേലിൻ്റെ അംബാസഡർ രൂവേൻ അസർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ഈ വിഷയത്തിൽ ഇന്ത്യ ഇടപെട്ട് ഒരു പരിഹാരം ഉണ്ടാക്കുന്നത്. അതായത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം എത്രയും വേഗം ഇല്ലാതാക്കാൻ ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഇസ്രായേൽ ആവശ്യമില്ലാത്ത പണിക്ക് ചെന്ന് കയറി ഇപ്പോൾ വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് തലയിൽ വെച്ച അവസ്ഥയിലാണെന്നാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം, ജൂൺ മാസം 14-ാം തീയതി നെതന്യാഹു നരേന്ദ്രമോദിയെ ഫോൺ ചെയ്തതായിട്ട് നമ്മളൊരു വാർത്ത വായിച്ചിരുന്നു. എന്തായിരിക്കാം നെതന്യാഹു നരേന്ദ്രമോദിയോട് പറഞ്ഞത്? ഇപ്പോൾ ഈ നമ്മുടെ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന അവരുടെ അംബാസഡർ പറഞ്ഞ കാര്യം വെച്ച് നെതന്യാഹു എന്തായിരിക്കും സംസാരിച്ചത് എന്ന് നമ്മളൊന്ന് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ, അനുമാനിച്ചാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. നെതന്യാഹു പറഞ്ഞ ഇതാണ്: മോദി അണ്ണ, ഞങ്ങൾ ഇറാനെ ആക്രമിച്ചു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കൊരു പിടിയില്ല. എന്ത് സംഭവിക്കാം? എനിക്കിത് ചെയ്യാതെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. ഇത് എൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, എന്നെക്കൊണ്ട് ചെയ്യിച്ചതാണ്. ഇറാൻ്റെ മേലുള്ള ഉപരോധം അമേരിക്ക നീക്കാൻ പാടില്ല. അതുകൊണ്ട് അവരെ എത്രയും വേഗം ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കണം എന്ന് എനിക്ക് കിട്ടിയ നിർദ്ദേശം ഞാൻ അനുസരിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കായതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. ഈ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇടപെട്ട് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഈ കുലുമാലിൽ നിന്നും രക്ഷിക്കണം. കാരണം അമേരിക്ക ഇപ്പോൾ ഞങ്ങളുടെ കൂടെയല്ല. ട്രംപ് ഇതിൽ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കില്ല. തീർച്ചയായിട്ടും നെതന്യാഹു ഇതാണ് മോദിയോട് പറഞ്ഞത്. നമ്മൾ പത്രങ്ങളിൽ വാർത്ത വായിക്കുമ്പോൾ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഇറാനെ വിറപ്പിക്കുന്നതായിട്ടും പേടിപ്പിക്കുന്നതായിട്ടും ഒക്കെയുള്ള വാർത്തകൾ കാണുന്നുണ്ട്. നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നോക്കാതെ പ്രവൃത്തിയിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ്. മുമ്പ് ബൈഡൻ ഇരുന്ന സമയത്ത് ഇസ്രായേലിനുണ്ടായിരുന്ന സപ്പോർട്ട് ഇപ്പോൾ ട്രംപ് കൊടുക്കുന്നില്ല. നെതന്യാഹുവിനെ ഏതാണ്ട് കൈവിട്ട മട്ടിലാണ് ട്രംപിൻ്റെ പ്രവർത്തനം. അതിൻ്റെ തെളിവുകൾ 2-3 എണ്ണമുണ്ട്. ഒന്ന്, നിങ്ങൾക്കറിയാം, യമനിലെ ഹൂതികൾ ഇസ്രായേലിൻ്റെ കപ്പലുകൾക്ക് നേരെയും അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെയും നിരന്തരമായിട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഗാസയിൽ അധിനിവേശം നടത്തിയതിൻ്റെ പകരമായിട്ടാണ് അവർ ഈ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത്. തുടർന്ന് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം അവർക്ക് നേരെ ഒരു ചെറിയ യുദ്ധം നടത്തി, ഹൂതികൾക്ക് നേരെ. യുദ്ധം നടത്തിക്കഴിഞ്ഞ് ഏതാണ്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ട്രംപ് അവരുമായിട്ട് പെട്ടെന്ന് തന്നെ ഒരു വെടിനിർത്തൽ കരാറിലെത്തി. വെടിനിർത്തൽ കരാറിൽ ഹൂതികളോട് ട്രംപ് ആവശ്യപ്പെട്ട എന്താണ്? നിങ്ങൾ അമേരിക്കയുടെ കപ്പലുകളെ തുടരുത്, അമേരിക്കയുടെ കപ്പലുകളെ നിങ്ങൾ ആക്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെടിനിർത്തലാകാം. ഹൂതികൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കപ്പലുകളെ വെറുതെ വിട്ടേക്കാം, പക്ഷേ ഞങ്ങൾ ഇസ്രായേലിൻ്റെ കപ്പലുകളെ ആക്രമിക്കും.
അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് ഇസ്രായേൽ, അമേരിക്കയാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ കപ്പലുകളെ ഞങ്ങൾ ആക്രമിക്കും എന്ന് ഹൂതികൾ പറഞ്ഞപ്പോൾ ട്രംപ് എന്തുകൊണ്ട് എതിര് പറഞ്ഞില്ല? ഇസ്രായേലിനോട് താല്പര്യമുണ്ടെങ്കിൽ അതും പാടില്ല, നിങ്ങൾ ഇസ്രായേലിൻ്റെ കപ്പലുകളെ ആക്രമിച്ചാൽ ഞങ്ങൾ നിങ്ങളെ വീണ്ടും ആക്രമിക്കും എന്നല്ലേ പറയേണ്ടത്? ട്രംപ് പറഞ്ഞു അമേരിക്കയുടെ കപ്പലുകളെ നിങ്ങൾ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ്, അമേരിക്ക വെടിനിർത്തി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇസ്രായേലിനെ വേണമെങ്കിൽ നിങ്ങൾ ആക്രമിച്ചാൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ കണ്ട മറ്റൊരു കാര്യം, ട്രംപ് ഗൾഫ് രാജ്യങ്ങളിൽ ഈ സമയത്ത് ഒരു സന്ദർശനം നടത്തി. എന്നാൽ അവിടെ വന്നിട്ട് തിരിച്ചു പോയ ട്രംപ് നെതന്യാഹുവിനെ കാണാനോ ഇസ്രായേലിലേക്ക് പോകാനോ തയ്യാറായില്ല. അമേരിക്കയിൽ നിന്നും മിഡിൽ ഈസ്റ്റ് വരെ വന്ന ട്രംപിന് അവരുടെ ഏറ്റവും വലിയ സഖ്യകക്ഷി രാജ്യം എന്ന് പറയപ്പെടുന്ന ഇസ്രായേലിലേക്ക് ഒന്ന് പോകാൻ പറ്റുമായിരുന്നു. സ്വന്തം ഫ്ലൈറ്റ് അല്ലേ, അങ്ങോട്ടൊന്ന് വഴി തിരിച്ചു വിട്ടാൽ മതി. എന്തുകൊണ്ട് പോയില്ല? അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ട്രംപ് ഇസ്രായേലിന് ഏതാണ്ട് കൈയൊഴിഞ്ഞ മട്ടിലാണ്. ഇപ്പോൾ ഇസ്രായേൽ ചെന്നുപെട്ടിരിക്കുന്ന ഈ കുഴി എന്ന് പറയുന്നത്, അതായത് ഇറാനെ ആക്രമിച്ച് നെതന്യാഹു ചെന്ന് ചാടിയിരിക്കുന്ന ഈ കുഴി എന്ന് പറയുന്നത്, അമേരിക്കയിൽ ട്രംപിനെതിരെയുള്ള ശക്തികൾ തന്നെ ഇയാളെ കൊണ്ട് ജയിച്ചാണ്. ട്രംപ് ഏതെങ്കിലും കാരണവശാൽ ഇറാൻ്റെ മേലുള്ള ഉപരോധങ്ങൾ നീക്കി ഇറാൻ്റെ പക്കലുള്ള എണ്ണ അവർക്ക് സുഖമായിട്ട് വിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നാൽ ഈ ലോക എണ്ണ മാർക്കറ്റും പ്രകൃതിവാതക മാർക്കറ്റും സ്വന്തം കയ്യിൽ തന്നെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ ശക്തമായ ഒരു തിരിച്ചടിയാണ്. ഇറാന് സുഖമായിട്ട് അവരുടെ എണ്ണ വിറ്റഴിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ ഓയിൽ മാർക്കറ്റിൽ എണ്ണയുടെ വില ഗണ്യമായിട്ട് കുറയും. അപ്പോൾ നമ്മൾ 1 ലിറ്റർ പെട്രോൾ 100 രൂപയ്ക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ മോദി എണ്ണൻ മനസ്സ് വെച്ച് എക്സൈസ് ഡ്യൂട്ടിയൊക്കെ കുറയ്ക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് 50-നോ 60-നോ ഈ സാധനം കിട്ടും, ഇറാൻ്റെ ഉപരോധം നീങ്ങിക്കഴിഞ്ഞാൽ. എന്നാൽ ഇറാൻ്റെ ഉപരോധം അങ്ങനെ നീങ്ങരുതെന്നും ഞങ്ങൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കണമെന്നും വിചാരിച്ചുകൊണ്ട് എണ്ണ മാഫിയകളാണ് ഇപ്പോൾ ഈ യുദ്ധത്തിലേക്ക് ഇറാനെ വലിച്ചു വെച്ചിരിക്കുന്നത്. ഇറാൻ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അവർ ഒരറ്റം കാണാതെ അടങ്ങില്ല. ഇറാഖുമായിട്ട് 7 കൊല്ലം യുദ്ധം ചെയ്ത ഒരു രാജ്യമാണ്. അന്ന് ഇറാഖിന് സപ്പോർട്ട് കൊടുത്തവരാണ് ഇസ്രായേലും അമേരിക്കയും എല്ലാം. അവരെല്ലാം കൂടി ചേർന്ന് ശ്രമിച്ചിട്ടും ഇറാനെ അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഇറാൻ അന്നത്തേക്കാൾ വളരെയധികം കരുത്തുറ്റ രാജ്യമാണ്. സാങ്കേതിക വിദ്യയിലും അതുപോലെ തന്നെ ആയുധശേഷിയിലുമൊക്കെ അന്നത്തേതിൽ നിന്നും വളരെയധികം മെച്ചപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇറാനുള്ളത്. നമ്മുടെ നാട്ടിലെ പത്രക്കാരൊക്കെ ഇറാൻ ദുർബലമാണ്, ഇറാൻ അതില്ല ഇതില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇറാൻ്റെ സാമ്പത്തിക ശേഷി, ഇറാൻ്റെ സൈനിക ശേഷിയെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ കള്ളം എഴുതി പിടിപ്പിക്കുകയാണ്. ഇസ്രായേലിനെ പോലെ അമേരിക്കയുടെ സപ്പോർട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ സപ്പോർട്ടിൽ നിൽക്കുന്ന ഒരു രാജ്യമല്ല ഇറാൻ. അവരവരുടെ സ്വന്തം കാലിൽ നിന്നുകൊണ്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കരുത്തെന്ന് പറയുന്നത് വളരെയധികം കൂടും. അതുകൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ വല്ലാത്ത ഒരു അവസ്ഥയിൽപ്പെട്ട് കിടക്കുകയാണ്. അമേരിക്ക ഒരു കാരണവശാലും ശരി ഈ യുദ്ധം നിർത്തൽ ചെയ്യാനായിട്ട് യാതൊന്നും ചെയ്യില്ല. നെതന്യാഹു ആർക്കു വേണ്ടിയാണോ ഇത് തുടങ്ങി വെച്ചത് അവരത് അനുഭവിച്ചോട്ടെ എന്ന് മാത്രമേ ട്രംപ് കരുതുകയുള്ളൂ. അതുകൊണ്ടാണ് നെതന്യാഹു കൈയോടെ നരേന്ദ്രമോദിയെ വിളിച്ചത്. വേറെ ആരെ വിളിക്കാനാണ്? വേറെ ആരെയും അയാൾ വിളിക്കാൻ പറ്റില്ല. കാര്യം ഇസ്രായേലുമായിട്ട് അടുപ്പമുള്ള മറ്റൊരു രാജ്യവുമില്ല. ചൈനയെ വിളിക്കാൻ പറ്റില്ല, റഷ്യയെ വിളിക്കാൻ പറ്റില്ല. ആകപ്പാടെ അവരോടൊപ്പം നിൽക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്കയിൽ ട്രംപാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ട്രംപ് ഇസ്രായേലിനെ ഏതാണ്ട് കൈയൊഴിഞ്ഞ മട്ടിലാണ് പോകുന്നത്. പുറമേ അമേരിക്കയിലുള്ള യഹൂദന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ചിലതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അദ്ദേഹം ഇസ്രായേലിനെ കൈവിട്ട മട്ടിൽ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നെതന്യാഹുവിൻ്റെ ഏക പ്രതീക്ഷ നമ്മുടെ രാജ്യം ഇടപെട്ട് ഇറാനോട് സംസാരിച്ച് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും എന്നതാണ്. ഇതിൽ നരേന്ദ്രമോദി എടുക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ശരി, പുലിവാല് പിടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. പുലിവാല് അത് നെതന്യാഹുവിനെ കൊണ്ട് അവർ പിടിപ്പിച്ചതാണ്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാന്റെ മേലുള്ള ഉപരോധം ഒരു കാരണവശാലും ശരി അമേരിക്ക മാറ്റരുത്. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ഡീല് ഉണ്ടാകാനും പാടില്ല. താങ്ക് യു.